ഇന്നലെ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ഡ്രോണുകൾ തടഞ്ഞു. സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ന് പുതിയൊരു വ്യോമാക്രമണം സ്ഥിരീകരിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ 3 ഡ്രോണുകൾ കൂടി വീഴ്ത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേ പരിസരത്ത് ആളില്ല ആകാശവാഹനങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ സൈന്യം വിജയകരമായി നിർവീര്യമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഏറ്റവും പുതിയ ആക്രമണം ഉണ്ടായത്. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കണ്ടെത്തിയ ഉടൻ തന്നെ ഈ ഡ്രോണുകൾ തടഞ്ഞു നശിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൗദി സൈന്യം 6 ഡ്രോണുകൾ പറത്തി. ആഘാതം തടയുന്നതിനായി അവയെല്ലാം വിജയകരമായി നശിപ്പിച്ച അതേ പ്രദേശത്ത് സമാനമായ സുരക്ഷാ ഓപ്പറേഷനെ കുറിച്ച് മന്ത്രാലയം നേരത്തെ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ പ്രതിരോധ നടപടി. ഈ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നലെ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദുമായി പ്രാദേശിക സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതുപോലെ വർദ്ധിച്ചു വരുന്ന സൈനിക നടപടികളുടെ ആഘാതം ഇരു നേതാക്കളും വിലയിരുത്തി. കോളിനിടെ പ്രവർത്തനത്തിലെ കുതിച്ചുചാട്ടം പ്രാദേശികവും ആഗോളവുമായ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണികൾ ഉയർത്തുന്നതായി അവർ തിരിച്ചറിഞ്ഞു. മേഖലയിലുടനീളമുള്ള രാജ്യങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതും നഗ്നവുമായ ഇറാനിയൻ ആക്രമണങ്ങളെക്കുറിച്ചും ചർച്ചയിൽ പരാമർശിച്ചു. അത്തരം പ്രവർത്തനങ്ങൾ പരമാധികാര അവകാശങ്ങളുടെ ലംഘനമാണെന്നും സ്ഥാപിതമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി. വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സ്ഥിതിഗതികളുടെ വെളിച്ചത്തിൽ സൈനിക വർധനവ് ഉടനടി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നേതാക്കൾ ഊന്നിപ്പറഞ്ഞു. നിലവിലെ പാത മേഖലയ്ക്കകത്തും ആഗോളതലത്തിലും സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് അവർ മുന്നറിയിപ്പും നൽകി. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗൗരവമേറിയ സംഭാഷണങ്ങൾക്കും നയതന്ത്ര മാർഗങ്ങൾക്കും മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം പ്രസിഡന്റും കിരീടാവകാശിയും അടിവരയിട്ടതായി ഗൾഫ് ന്യൂസ് കൂടുതൽ എടുത്തുകാട്ടി. പ്രാദേശിക സുരക്ഷയും സമാധാനവും ഫലപ്രദമായി സംരക്ഷിക്കുന്ന രീതിയിൽ ഈ വെല്ലുവിളികളെ നേരിടാനുള്ള പ്രതിബദ്ധത അവർ വീണ്ടും ഉറപ്പിച്ചു. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ സംഘർഷം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ സംഭവവികാസങ്ങൾ സംഭവിക്കുന്നത്. ഫെബ്രുവരി 27-ന് ആരംഭിച്ച പ്രതിസന്ധിക്ക് കാരണമായത് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിൽ കലാശിച്ച US-ഇസ്രായേൽ ആക്രമണങ്ങളാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇറാൻ നിരന്തരം US താവളങ്ങളെയും പ്രാദേശിക താൽപര്യങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.